ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധിയല്ല, കൊലപാതകമായിരുന്നുവെന്ന് ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയായിരുന്ന ബിജു പപ്പൻ കൈരളി പീപ്പിളിലൂടെ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്യാസി, അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്യാസി കുളിക്കാൻ, സ്വാമിജിയെ നടക്കാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ സമ്മതിക്കാതെ ശുപാർശക്കാരും അല്ലാത്തവരും സ്വാമിയെ പരിചയപ്പെടാനും എല്ലാവരും ഉള്ളപ്പോൾ ഈ സാബുവിനെ മാത്രം എന്തുകൊണ്ട് സ്വാമിയുടെ കൂടെ വിട്ടു? അപ്പോൾ സാബുവിൻ്റെ നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ ഓടിയെത്തിയത്. സുഖമില്ലാത്ത റോയി പോലും അവിടെ ഈ സാബുവിൻ്റെ നിലവിളി കേട്ട് ഓടി വെള്ളത്തിലോട്ട് ചാടുമ്പം സ്വാമി ഒഴുകിപ്പോയി എന്നൊരു വിളി വരികയാണ്. ഈ സ്വാമി ഒഴുകിപ്പോയി എന്നാരാണ് വിളിച്ചത്? അപ്പോൾ സ്വാമി എവിടെയാണോ താന്നത് അവിടെ തന്നെയാണ് സ്വാമി ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സുകാർ വന്ന് അവിടെ നിന്നാണ് പൊക്കിയെടുത്തത്. ഈ വക കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് വരികയും സാബുവിനെ ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ പല ശുപാർശകൾ വഴി അത് ഒഴിവാക്കപ്പെടും. അന്വേഷിക്കുമ്പോൾ ഈ സാബു അല്ലാതെ ആ സമയത്ത് അവിടെ ഇടതുപക്ഷവും വലതും എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും വളരെ ക്ലിയറായി കാണുന്ന സ്ഥലമാണ് ഈ കുളിക്കടം. സ്വാമിജി കുളിക്കാനിറങ്ങുന്ന പടിക്കെട്ടിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും മുകളിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും കാണാം. അപ്പോൾ സാബു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രിയനല്ല, ഇനി ആരായാലും സാബുവിനറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ സാബുവിൻ്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക, സാബുവുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തുക. ഈ സത്യസന്ധമായ വാർത്ത, ശാശ്വതികാനന്ദ സ്വാമികളുടെ സമാധി, ആ പവിത്രമായ സമാധി എങ്ങനെയാണ്, ഇപ്പോൾ ദുരൂഹമാണോ അല്ലയോ എന്ന് കേരളത്തിലെ ശ്രീനാരായണീയരെ അറിയിക്കേണ്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി തീരുമാനം. ഒരു പുതിയ ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിലുള്ള ഈ പറയുന്ന രംഗങ്ങളിലെല്ലാം വിദഗ്ധന്മാരെ നേരിട്ട് അറിഞ്ഞുകൂടാത്ത ഒരു സംഘം ഇത് അന്വേഷിക്കാൻ പോയാൽ അവരുടെ കണ്ണിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ സഹായികളായി നിൽക്കുന്ന ആളിൻ്റെ പദവി നോക്കാതെ, ഓരോ ആളുകളുടെ പദവി നോക്കാതെ അന്വേഷിക്കാൻ വരുന്ന ഒരു ഏജൻസി അന്വേഷിച്ചാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-14 വർഷമായി ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിജിയുടെ സഹോദരിമാരും സഹോദരന്മാരും അതേപോലെ സ്വാമിജിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശ്രീനാരായണീയർ കേരളത്തിനും പുറത്തും അകത്തുമുണ്ട്. ഇന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിൽ സ്ഥിരമായി നടക്കുന്ന ചർച്ച, ശാശ്വൻ സ്വാമിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഇവരിൽ എത്തിച്ചേ പറ്റൂ. അതിനൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിൽ അരിമാനൂർ നമ്മോടൊപ്പം ചേരുകയാണ്. സുനിൽ, വളരെ ഗൗരവമുള്ളതും പ്രസക്തവുമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബിജു പപ്പൻ പറഞ്ഞിരിക്കുന്നത്. സ്വാമി ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ശിവഗിരി യുവജനവേദിയുടെ മുൻ ചെയർമാൻ കൂടിയാണ് ബിജു പപ്പൻ. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്? എന്തൊക്കെ ആ ഒരു സാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം പ്രസക്തമുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ? സുരേഷ്, തീർച്ചയായും വളരെ നിർണായകമായിട്ടുള്ള ചില പുതിയ കാര്യങ്ങളാണ് ബിജു പപ്പനിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്വാമി ശാശ്വതികാനന്ദ ശിവഗിരി മഠാധിപതി ആയിരുന്നപ്പോൾ മുതൽ സ്വാമിയോടൊപ്പം സ്വാമി പല പ്രസ്ഥാനങ്ങളും പുതുതായി കൊണ്ടുവരുന്ന യുവജന വേദി അടക്കമുള്ള പല പ്രസ്ഥാനങ്ങളും മതേതര ആത്മീയത സംഘമടക്കമുള്ള സംഘടനകളുമൊക്കെ സ്വാമി രൂപവൽക്കരിക്കുമ്പോൾ ഒപ്പം നിന്ന ഒരു വ്യക്തിയാണ് ബിജു പപ്പൻ. അത്തരത്തിൽ നോക്കുമ്പോൾ ബിജു പപ്പൻ അന്ന് ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യകാലത്ത് നിന്നിരുന്നത്. പക്ഷേ അതിനുശേഷം സംഭവ സ്ഥലത്ത് ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ പോവുകയും ഈ ബോഡി കണ്ടെത്തിയതും വീണു എന്ന് പറയുന്ന സ്ഥലവും കുളിക്കടവിലും എല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു കൊലപാതകമാണ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും സംശയദൃഷ്ടിയോടുകൂടി കാണുന്നത് സാബു എന്ന വ്യക്തിയാണ്. സാബുവാണ് ശാശ്വതികാനന്ദയുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അദ്വൈത ആശ്രമത്തിൽ നേരത്തെ തന്നെ സ്വാമി എത്തുന്നതിന് മുമ്പേ സാബു അവിടെ എത്തിയിരുന്നു. അതിനുശേഷം സ്വാമി കുളിക്കാൻ പോയപ്പോൾ കൂടെ പോയത് സാബുവാണ്. വെള്ളത്തിൽ മുങ്ങിയെങ്കിൽ അത് ഉറക്കെ ഒഴുകിപ്പോയി എന്നുള്ള തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലൊരു പ്രചരണം നടത്തി അവിടെ മുങ്ങൽ വിദഗ്ധർ വരെ മറ്റ് ദിശകളിലേക്ക് സ്വാമിജിയുടെ ഡെഡ് ബോഡി അല്ലെങ്കിൽ സ്വാമിജി ഇവിടേക്കാണ് മുങ്ങിപ്പോയതെന്ന്
അന്വേഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു വിളി പുറപ്പെടുവിച്ചിരുന്നു. അത് ആരുടെ നേതൃത്വത്തിലാണ്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് തെളിയേണ്ടത്. അത് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അതുകൊണ്ട് ഈ ശ്രീനാരായണീയർക്കിടയിൽ നിലനിൽക്കുന്ന ശാശ്വതീകാനന്ദയുടെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് ബിജു പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് സാബു ആണെന്നും ബിജു പപ്പൻ പീപ്പിളിനോട് പറഞ്ഞു. സുരേഷ്, വ്യക്തമാണ്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധിയല്ല, മറിച്ച് കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ബിജു പപ്പൻ പറഞ്ഞിരിക്കുകയാണ്. ശിവഗിരി യുവജനവേദിയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു ബിജു പപ്പൻ. ഇതിന്റെ വിശദാംശങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകി.